ജ്യോതിഷശാസ്ത്രത്തിലെ അഞ്ചാമത്തെ നക്ഷത്രമായ മകയിരം മാറ്റങ്ങളെയും അന്വേഷണങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒന്നാണ്. മൃഗശീർഷം എന്ന സംസ്കൃത നാമത്തിൽ അറിയപ്പെടുന്ന ഈ നക്ഷത്രം ഒരു മാനിന്റെ തലയുടെ രൂപത്തിലാണ് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സദാസമയവും പുതിയ കാര്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരിടത്ത് ഉറച്ചു നിൽക്കാതെ മുന്നോട്ട് കുതിക്കാൻ ആഗ്രഹിക്കുന്ന മകയിരം നക്ഷത്രക്കാർക്ക് 2026 മെയ് മാസം സാമ്പത്തികമായി വിപ്ലവകരമായ പല മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഒന്നായിരിക്കും. സാമ്പത്തിക ശാസ്ത്രവും ജ്യോതിഷവും ഒരേപോലെ കൈകോർക്കുന്ന ഒരു മാസമാണിത്. മകയിരം നക്ഷത്രം ഇടവം, മിഥുനം എന്നീ 2 രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഭൗതികമായ സുഖ സൗകര്യങ്ങളും ബുദ്ധിപരമായ നീക്കങ്ങളും ഒരേപോലെ സമ്മേളിക്കുന്ന ഒരു മാസമായിരിക്കും ഇത്. ജീവിതത്തിൽ പുതിയൊരു സാമ്പത്തിക അധ്യായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രകൃതി നൽകുന്ന ഒരു വലിയ അവസരമായി മെയ് മാസത്തെ കണക്കാക്കാം. പൊതുവെ മകയിരം നക്ഷത്രക്കാർ ധനകാര്യ കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുന്നവരാണ്. എന്നാൽ 2026 ഈ മധ്യഘട്ടത്തിൽ നിങ്ങളുടെ സ്വാഭാവികമായ ജാഗ്രതയോടൊപ്പം അല്പം സാഹസികത കൂടി ചേരുന്നത് കാണാം. ഈ സാഹസികത വെറുതെയുള്ള ഒന്നല്ല, മറിച്ച് കൃത്യമായ കണക്കുകൂട്ടലുകളുടെയും ദീർഘവീക്ഷണത്തിന്റെയും ഫലമായിരിക്കും. മെയ് മാസത്തിന്റെ ആദ്യ ദിനങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ അല്പം ചിന്തിപ്പിച്ചേക്കാം. പഴയ ചില ബാധ്യതകൾ തീർക്കാനോ അല്ലെങ്കിൽ കുടുംബത്തിലെ ചില അത്യാവശ്യ കാര്യങ്ങൾക്കായി വലിയൊരു തുക ചെലവഴിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ മാസത്തിന്റെ ആരംഭത്തിൽ വരാം. എന്നാൽ ഇതൊരു തളർച്ചയായി കാണേണ്ടതില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്കായി ഭൂമി ഒരുക്കുന്ന പ്രക്രിയയായി ഇതിനെ കാണാവുന്നതാണ്. ഈ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത മകയിരം നക്ഷത്രക്കാരുടെ തൊഴിൽപരമായ മേഖലകളിൽ സംഭവിക്കാൻ പോകുന്ന ഉണർവാണ്. വരുമാനത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അതെങ്ങനെ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യാമെന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ലഭിക്കും. പലപ്പോഴും സമ്പാദ്യത്തെക്കാൾ ഉപരിയായി നിക്ഷേപങ്ങൾക്കാണ് നിങ്ങൾ മുൻഗണന നൽകുക. റിയൽ എസ്റ്റേറ്റ്, സ്വർണം, ഓഹരി വിപണി തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് ഈ മാസം കാത്തിരുന്ന ലാഭം കൈവരിക്കാൻ സാധിക്കും. മകയിരം നക്ഷത്രക്കാരുടെ നൈസർഗികമായ സ്വഭാവം എന്നത് എന്തിനേയും സംശയിച്ചു നോക്കുകയും കൃത്യത വരുത്തുകയും ചെയ്യുക എന്നതാണ്. ഈ സ്വഭാവം സാമ്പത്തിക ഇടപാടുകളിൽ വലിയൊരു പരിരക്ഷയായി ഈ മാസം പ്രവർത്തിക്കും. വഞ്ചനാപരമായ വാഗ്ദാനങ്ങളിൽ വീണുപോകാതെ സ്വന്തം ബുദ്ധിശക്തി ഉപയോഗിച്ച് ഓരോ രൂപയും എവിടെ ചെലവാക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക സഹായങ്ങളും പിന്തുണയും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കോ മെയ് മാസം സുവർണ കാലമായിരിക്കും. കറൻസി മൂല്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങളോ പുതിയ കരാറുകളോ വഴി വലിയൊരു തുക അപ്രതീക്ഷിതമായി കൈവരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ സമയത്ത് ആഡംബര ഭ്രമം വർദ്ധിക്കാനും വില കൂടിയ വാഹനങ്ങളോ ഗൃഹോപകരണങ്ങളോ വാങ്ങി പണം ചെലവാക്കാനും ഒരു പ്രവണത കണ്ടുവരാം. ഇത് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ചുരുക്കത്തിൽ 2026 മെയ് മാസം മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം പണം സമ്പാദിക്കാനുള്ള ഒരു മാസം മാത്രമല്ല, മറിച്ച് സാമ്പത്തിക അച്ചടക്കം ശീലമാക്കുന്നതിനും ഭാവിയിലേക്കുള്ള വലിയൊരു സമ്പാദ്യത്തിന്റെ അടിത്തറ പാകുന്നതിനുമുള്ള സമയമാണ്. ഓരോ ചുവടും ശ്രദ്ധിച്ചു വെക്കുന്ന മാനിന്റെ ജാഗ്രതയോടെ നിങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഈ മാസത്തിന്റെ അവസാനം നിങ്ങളുടെ ബാങ്ക് ബാലൻസിലും ആസ്തിയിലും വലിയൊരു വർധനവ് തന്നെ ദൃശ്യമാകും. സാമ്പത്തിക ഉത്കണ്ഠകൾ ഒഴിഞ്ഞ് മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ ഈ മാസം നിങ്ങൾക്ക് അവസരമൊരുക്കും. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന മകയിരം നക്ഷത്രക്കാർക്ക് മെയ് മാസം കരിയറിൽ പുരോഗതിയും അതുവഴി സാമ്പത്തിക നേട്ടവും നൽകും. ദീർഘകാലമായി കാത്തിരുന്ന പ്രൊമോഷനോ ശമ്പള വർധനവോ ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മാസത്തിന്റെ 3ാം വാരത്തിന് ശേഷം അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. ഔദ്യോഗിക ജോലിക്കൊപ്പം തന്നെ മറ്റു മേഖലകളിൽ നിന്നും വരുമാനം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തിക ഗുണമുള്ള സ്ഥലം മാറ്റങ്ങൾക്കായി ശ്രമിക്കുന്നവർക്ക് ഈ മാസം വിജയം സുനിശ്ചിതമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വരുമാനത്തിൽ വർധനവുണ്ടാകും. പുതിയ ജോലി അന്വേഷിക്കുന്ന മകയിരം നക്ഷത്രക്കാർക്ക് ആകർഷകമായ ശമ്പളത്തോടു കൂടിയ ഓഫറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്തുള്ള മകയിരം നക്ഷത്രക്കാർക്ക് 2026 മെയ് മാസം തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ലാഭം കൊയ്യാൻ സാധിക്കുന്ന കാലമാണ്. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിന്റെ 2ാം വാരം മികച്ചതാണ്. ടെക്നോളജി, കെട്ടിട നിർമ്മാണം, ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉറപ്പുവരുത്തണം. സഹപ്രവർത്തകരുമായോ പങ്കാളിയുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അത് സാമ്പത്തിക നിലയെ ബാധിക്കില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ബിസിനസ് വിപുലീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ സാമ്പത്തിക വിജയം നൽകും. പഴയ കുടിശ്ശികകൾ പിരിച്ചെടുക്കാൻ ഈ മാസം സാധിക്കും. സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മാസത്തിന്റെ ആദ്യ വാരം അത്ര അനുകൂലമല്ല. എന്നാൽ 15ാം തീയതിക്ക് ശേഷം ഓഹരി വിപണിയിൽ നിന്ന് മികച്ച ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഫാർമ, IT, ബാങ്കിംഗ് മേഖലകളിൽ നിക്ഷേപിക്കുന്നവർക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകും. സ്വർണത്തിലോ വെള്ളിയിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മെയ് മാസം അനുകൂലമാണ്. ഇത് ഭാവിയിൽ വലിയൊരു സമ്പാദ്യമായി മാറും. ചിട്ടയായ നിക്ഷേപങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കും. മകയിരം നക്ഷത്രക്കാർ പൊതുവെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണ്. 2026 മെയ് മാസം ഭൂമി വിൽക്കുന്നതിനും വാങ്ങുന്നതിനും അനുകൂലമാണ്. സ്വന്തമായി വീട് പണിയാൻ ആഗ്രഹിക്കുന്ന
ആഗ്രഹിക്കുന്നവർക്ക് ബാങ്ക് ലോണുകൾ എളുപ്പത്തിൽ അനുവദിച്ചു കിട്ടും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പണം ചെലവാകുമെങ്കിലും അത് നിങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കും. തർക്കത്തിലായിരുന്ന കുടുംബ സ്വത്തുക്കൾ വിൽക്കാനോ വിഭജിക്കാനോ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വിധിയുണ്ടാകുകയോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിലൂടെ പണം ലഭിക്കുകയോ ചെയ്യും. കൃഷി ആവശ്യങ്ങൾക്കായി ഭൂമി വാങ്ങാൻ ആലോചിക്കുന്നവർക്ക് മികച്ച ഡീലുകൾ ലഭിക്കും. പ്രായമായവരുടെയോ അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യ കാര്യങ്ങൾക്കോ വേണ്ടി അപ്രതീക്ഷിതമായി പണം ചെലവാക്കേണ്ടി വന്നേക്കാം. അതിനാൽ ഒരു എമർജൻസി ഫണ്ട് കരുതി വെക്കുന്നത് നല്ലതാണ്. പുതിയൊരു വാഹനം വാങ്ങാനോ ഗൃഹോപകരണങ്ങൾ വാങ്ങാനോ സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കായി വലിയൊരു തുക നീക്കിവെക്കേണ്ടി വരും. കുടുംബത്തിൽ വിവാഹം അല്ലെങ്കിൽ മറ്റാഘോഷങ്ങൾ നടക്കുന്നതിനാൽ അതിനായുള്ള ചെലവുകൾ ഉണ്ടാകും. കുടുംബാംഗങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പണം ചെലവാക്കാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വിവാഹിതരായ മകരം നക്ഷത്രക്കാർക്ക് അവരുടെ പങ്കാളിയിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാകും. പങ്കാളിയുടെ ജോലിയിൽ ഉണ്ടാകുന്ന പുരോഗതി കുടുംബത്തിന്റെ ആകെ വരുമാനത്തെ പോസിറ്റീവായി ബാധിക്കും. മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി വലിയൊരു തുക ചെലവാക്കേണ്ടി വരും. എന്നാൽ ഇതൊരു നിക്ഷേപമായി കണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് കറൻസി മൂല്യത്തിലുണ്ടാകുന്ന മാറ്റം വഴി സാമ്പത്തിക ലാഭം ഉണ്ടാകും. വിസയ്ക്കും മറ്റ് യാത്രാരേഖകൾക്കുമായി കുറച്ച് പണം ചെലവാകുമെങ്കിലും അതെല്ലാം വൈകാതെ തന്നെ ലാഭകരമായി മാറും. ബിസിനസ് ആവശ്യങ്ങൾക്കായി വലിയൊരു തുക വായ്പയെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ അനുകൂലമായ മറുപടികൾ ലഭിക്കും. എന്നാൽ തിരിച്ചടവ് ശേഷി പരിശോധിച്ച ശേഷം മാത്രം ലോൺ എടുക്കുക. സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വലിയൊരു തുക കടം കൊടുക്കുന്നത് ഈ മാസം ഒഴിവാക്കണം. കൊടുത്ത പണം തിരികെ കിട്ടാൻ പ്രയാസപ്പെടേണ്ടി വന്നേക്കാം. മകയിരം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയായതിനാൽ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പായസ വഴിപാട് നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. സാമ്പത്തിക അഭിവൃദ്ധിക്കായി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുകയോ ലക്ഷ്മി ദേവിക്ക് അർച്ചന നടത്തുകയോ ചെയ്യുക. ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം നൽകുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ചുവന്ന പവിഴം ധരിക്കുന്നത് ഭാഗ്യം നൽകും. മെയ് മാസത്തിലെ ഫലങ്ങൾ ഓരോ പാദക്കാർക്കും ചെറിയ വ്യത്യാസങ്ങളോടെയായിരിക്കും അനുഭവപ്പെടുക. മകയിരം ഒന്നാം പാദക്കാർക്ക് സാമ്പത്തികമായി സ്ഥിരതയുള്ള മാസമാണ്. ഭൂമി ഇടപാടുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. മകയിരം രണ്ടാം പാദം കല, സാഹിത്യം, ആഡംബര വസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് വലിയ സാമ്പത്തിക നേട്ടം ലഭിക്കും. മകയിരം മൂന്നാം പാദം കമ്മ്യൂണിക്കേഷൻ, എഴുത്ത്, അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്ക് വരുമാനം വർദ്ധിക്കും. അപ്രതീക്ഷിത ചെലവുകൾ സൂക്ഷിക്കണം. മകയിരം നാലാം പാദക്കാർക്ക് ബുദ്ധിശക്തിയും വിവേകവും ഉപയോഗിച്ച് ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പുതിയ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഭൗതികമായ നേട്ടങ്ങൾക്കും അപ്പുറം ജ്ഞാനത്തിന്റെ ലോകത്ത് വിഹരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മകയിരം നക്ഷത്രക്കാർ. മകയിരം നക്ഷത്രത്തെ വെറുമൊരു രാശിചിഹ്നമായി കാണാതെ അതൊരു ജീവിത ദർശനമായി വേണം കാണാൻ. ഈ ലോകത്ത് നാം ഓരോരുത്തരും എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. മകയിരം നക്ഷത്രക്കാർ ഈ തിരച്ചിലിന്റെ പ്രതീകമാണ്. അവരുടെ ഇരട്ട മുഖം യഥാർത്ഥത്തിൽ പൊരുത്തപ്പെടലിന്റെ ഭാഗമാണ്. ലൗകികമായ ആനന്ദങ്ങളെ ബുദ്ധിപരമായ അന്വേഷണങ്ങളുമായി എങ്ങനെ കൂട്ടിയിണക്കാം എന്നാണ് മകയിരം നമ്മെ പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ 2026 മെയ് മാസം മകയിരം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഉന്നതി നൽകുന്ന മാസമാണ്. ചൊവ്വയുടെ കരുത്തും ബുധന്റെയും ശുക്രന്റെയും സ്വാധീനവും നിങ്ങളുടെ വരുമാനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. എന്നാൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി കൃത്യമായ പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങൾക്ക് മികച്ച സാമ്പത്തിക അടിത്തറ പാകാൻ സാധിക്കും.